പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വിക്രത്തിൻ്റെയും വേദയുടെയും കല്യാണ ദിവസമാണ്. വേദയുടെ അമ്മയും മുത്തശ്ശിയും അനിയത്തിയും എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നുണ്ട്. വിക്രത്തിൻ്റെ വീട്ടുകാരെല്ലാവരും ചേർന്നിട്ട് അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മാഷ് ചോദിക്കുന്നുണ്ട്, വേദയുടെ അച്ഛൻ എന്താ വരാഞ്ഞത്? അത് കോടതിയിൽ പെട്ടെന്നൊരു ആവശ്യം വന്നു, അപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ്. ഡോക്ടർ എമർജൻസി കേസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പോലെയാണോ കോടതിയിലേക്ക് പോകുന്നത്? കോടതി കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിക്കുന്നതല്ലേ? അപ്പോൾ അച്ഛമ്മ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറിയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് നമ്മുടെ അച്ഛമ്മ മാഷിനോട് ചോദിക്കുന്നുണ്ട്, മോനെ എന്താ നിന്റെ മുഖത്ത് ഇപ്പോഴും ഒരു വിഷമം? അത് അമ്മ കണ്ടില്ലേ, വേദയുടെ അച്ഛനും ഏട്ടനും ഇതുവരെ വന്നിട്ടില്ല. ഈ വിവാഹത്തിന് ആദ്യം മുതൽ തന്നെ അവരായിരുന്നു ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത്. ഇപ്പോഴും അവർ ഈ ബന്ധത്തെ അംഗീകരിക്കുന്നില്ലെന്ന് തന്നെയല്ലേ ഇതിനൊക്കെ അർത്ഥം? അവരിപ്പോഴും ഉയരങ്ങളിൽ തന്നെയാണ് അമ്മ നിൽക്കുന്നത്. സുധാകരൻ മാഷിന്റെ വീടുമായിട്ടുള്ള ബന്ധം അവരിപ്പോഴും അംഗീകരിക്കുന്നില്ല. അവരോട് പോയി പണി നോക്കാൻ പറ സുധാകര. ആരംഗീകരിച്ചില്ലെങ്കിൽ എന്താ, നമ്മളുടെ കുട്ടികളെ നമ്മൾ തന്നെ അംഗീകരിച്ച് ഈ ചടങ്ങ് സന്തോഷമായിട്ട് നടത്തി കൊടുത്താൽ മതി. പിന്നെ വേദയുടെ അമ്മയും മുത്തശ്ശി അനിയത്തിയൊക്കെ വന്നില്ലേ, അത് മതി. പിന്നെ നീ പറഞ്ഞില്ലേ ഉയരങ്ങളിൽ നിൽക്കുന്നവരാണെന്ന്, അവരവിടെ തന്നെ നിൽക്കട്ടെ. ഉയരങ്ങളിൽ നിൽക്കുന്നവർക്കൊരു കുഴപ്പം കൂടിയുണ്ട്, പെട്ടെന്ന് തന്നെ ഇങ്ങ് താഴേക്ക് പോരും. നീ ഇതൊന്നും ഓർത്തിരിക്കാതെ വരുന്ന ആൾക്കാരെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നോക്കെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ പോവുകയാണ്. അങ്ങനെ നമ്മുടെ വേദയുടെ മുത്തശ്ശിയും അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേദനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വേദയുടെ അനിയത്തി ദീപ്തിനെ ആണെങ്കിൽ നന്ദിനി അവിടെ ഒരു കസേരയിൽ പിടിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് നന്ദിനി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ കോടതിയിലേക്ക് തന്നെ പോയതാണോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? അല്ല, ആദ്യം ആരും ഈ ബന്ധത്തെ അംഗീകരിച്ചില്ലല്ലോ. ഇത്ര പെട്ടെന്ന് ഈ ചടങ്ങൊക്കെ നടക്കുന്ന കാണുമ്പോൾ അങ്ങനെ ചോദിച്ചതാണ്. സത്യം പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചടങ്ങൊക്കെ വീണ്ടും നടത്തുന്നത്? വിക്രമം വേദയും തമ്മിൽ ഇപ്പോഴും പ്രണയമോ സ്നേഹമോ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് വേദ ഇതിനൊക്കെ നിന്നു കൊടുക്കുന്നതെന്ന് മാത്രം എനിക്കറിയില്ല. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ചേച്ചി പണ്ടേ അങ്ങനെയാണ്. ചേച്ചിക്ക് ഒരു കാര്യം ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാലേ ഏതറ്റം വരെ വേണമെങ്കിലും ചേച്ചി അതിനു വേണ്ടി വാദിച്ചു നിൽക്കും. കോടതിയിൽ വക്കീല് വാദിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാ ചേച്ചി വീട്ടിലും അച്ഛനോട് തർക്കിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ നന്ദിനി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, തർക്കിക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത് അന്നേരം തന്നെ കൊടുത്തായിരുന്നെങ്കിലേ ഇവിടെ വരെയൊന്നും കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്ന്. എന്താ അമ്മേ, അച്ഛൻ ചടങ്ങിന് വന്നിട്ടില്ല അല്ലേ? വരാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ് മോളെ. അപ്പോഴേക്കും ശ്രീകാന്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അച്ഛൻ്റെ മനസ്സ് മാറ്റി. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അവൻ പറയുന്നത് ഈ ചടങ്ങ് നടക്കില്ല എന്നും വിക്രം നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല എന്നൊക്കെയാണ്. അച്ഛനെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ ചടങ്ങൊക്കെ നടത്തുന്നതെന്നാണ് അവൻ പറയുന്നത്. ചിലപ്പോൾ ശ്രീകാന്തേട്ടൻ പറയുന്നത് പോലെ ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ മുത്തശ്ശി. അപ്പോഴേക്കും വേദയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, അപ്പൊ നിനക്ക് ഉറപ്പില്ലേ ഈ വിവാഹം നടക്കുമെന്നുള്ളത്? എനിക്ക് ഒരു കാര്യത്തിലേ ഉള്ളൂ അമ്മ ഉറപ്പ്. എൻ്റെ മരണം വരെ വിക്രം മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ള ഉറപ്പ്. ഇതുവരെ എത്തിച്ച ഉമാമഹേശ്വരൻ ഇനി എന്നെ കൈവിടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നീട് കാണിക്കുന്നത് ശ്രീനിസാറിനെയാണ്. ശ്രീനിസാർ പുള്ളിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, താൻ എന്താടോ വിക്രത്തിൻ്റെ വിവാഹത്തിന് പോകാഞ്ഞത്? അത് സാർ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത്. അതിനെന്താ, തനിക്കൂടെ പൊയ്ക്കൂടായിരുന്നോ? പിന്നെ തനിക്ക് എന്താ ആ വിവാഹത്തെ പറ്റിയിട്ട് തോന്നുന്നത്? വിക്രം എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല സർ. അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ്റെ കൂട്ടുകാർ പറയുന്നത് അവന് വേദേനെ ഭയങ്കര ഇഷ്ടമാണെന്നും വേദ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം നശിച്ച പോലെ ആ കുട്ടിയുടെ ജീവിതവും നശിക്കില്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ ഇതിൽ നിന്ന് പിന്മാറാൻ നിൽക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അവൻ്റെ ജീവിതം നശിച്ചതിന് കാരണം നമ്മളാണെന്ന് അവൻ്റെ വീട്ടുകാരും വേദയൊക്കെ കരുതിയിരിക്കുന്നത്. വേദയുടെ അച്ഛനും കൂടി അറിഞ്ഞിട്ടായിരിക്കുമോ വിക്രമിനെ അപകടത്തിൽപ്പെടുത്തിയത്? ഏയ്, അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീകാന്തും അവൻ്റെ അമ്മായച്ചനും കൂടിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. എന്നാൽ പിന്നെ ജഡ്ജി അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞാനായിട്ട് തന്നെ അറിയിച്ചേക്കാമെന്ന് ശ്രീനിസർ. താനൊന്ന് അദ്ദേഹത്തെ വിളിച്ചതാ, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം എന്ന് പറയുകയാണെ. അങ്ങനെ വേദയുടെ അച്ഛനെ ശ്രീനിസാർ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ആദ്യം തന്നെ ഒരു അഭിനന്ദനം, നിങ്ങളുടെ മകളുടെ വിവാഹമാണല്ലോ ഇന്ന്. രണ്ടാമത്തത് ഒരു ഭീഷണി തന്നെയാണ്. നിങ്ങളോട് ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പുറകിൽ നടക്കുന്ന പ്രശ്നങ്ങളെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മകളുടെ ഭർത്താവിൻ്റെ പുറകെ ഇനിയും മകനെ കൊലക്കത്തിയുമായി പറഞ്ഞയക്കരുത്. അത് കേൾക്കുമ്പോഴത്തേക്ക് വേദയുടെ അച്ഛന് ഭയങ്കര ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അനാവശ്യം പറയരുത് താൻ. ഞാൻ പറഞ്ഞത് സത്യമാണ്. തൻ്റെ മകൻ ശ്രീകാന്തും അവൻ്റെ അമ്മായേശനും കൂടി ചേർന്നിട്ടാണ് വിക്രമിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇനിയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഇതേ നാണയത്തിൽ തന്നെ തൻ്റെ മകനെ അതിൻ്റെ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. ഇത് കേൾക്കുമ്പോൾ വേദയുടെ അച്ഛന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ശ്രീകാന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വിളിക്കുകയാണ്. എന്നിട്ട് താഴേക്ക് വരുന്ന സമയത്ത് സ്റ്റെയർ കേസിൽ തെന്നി വീഴുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ഓടി വന്നിട്ട് അച്ചാച്ച എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മൾ ചടങ്ങ് നടക്കുന്ന ഓഡിറ്റോറിയമാണ്. വേദയും വിക്രമും മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. പൂജാരി വിക്രമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കഴുത്തി കിടക്കുന്ന താലി അഴിച്ചു തരണം, താലി ഒരു മാലയിൽ കോർത്തിട്ട് അണിയിച്ചു കൊടുക്കണമെന്ന് പറയാം. അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദയുടെ കഴുത്തിൽ നിന്ന് താലി അഴിച്ചു മാറ്റി കൊടുക്കുന്നുണ്ട്.
അങ്ങനെ കമലാമ്മയാണെന്നുണ്ടെങ്കിൽ മാലയിൽ കോർത്ത താലി വിക്രമിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് അവളുടെ കഴുത്തിൽ ചാർത്തി കൊടുക്കാനായിട്ട്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഞാനിത് ചാർത്താനല്ല പോകുന്നത്, ഇത് വലിച്ചെറിയാനാണ് പോകുന്നത്. ദേ വിക്രം, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, സമയം കളയാതെ നീ ഇത് അവളുടെ കഴുത്തിൽ ചാർത്തി കൊടുക്ക്. ആ സമയത്ത് നമ്മുടെ ദീപ്തിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ശ്രീകാന്താണ് വിളിക്കുന്നത്. അച്ഛൻ അപകടം പറ്റിയ കാര്യങ്ങളൊക്കെ അവളോട് പറയുകയാണ്. അപ്പോഴേക്കും ദീപ്തി ഇങ്ങനെ ഉറക്ക അച്ഛാന്ന് വിളിക്കുകയാണ്. അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്